എക്സാം പോലെ തന്നെയാണോ ബോർഡ് എക്സാം? ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. അവസാനത്തെ ചാപ്റ്റേഴ്സിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജിനുള്ള ചോദ്യങ്ങൾ വരാൻ പോകുന്നത്? ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരും, എന്താണ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയം. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ലൈവിന്റെ അടിയിലും കോണ്ടന്റ് വീഡിയോസിന്റെ അടിയിലും ഒക്കെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അതാണ്. അതെ, അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മോഡൽ എക്സാമിന് എങ്ങനെയാണോ ചോദ്യങ്ങൾ വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ അതേ വെയിറ്റേജിൽ തന്നെ ആയിരിക്കുമോ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ബോർഡ് എക്സാമിനും ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് കുട്ടികൾക്ക് ഒരു പേടിയുണ്ട് മിസ്. അതായത് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും എക്സാം എഴുതുക. അപ്പൊ അവർ ചിലപ്പം ഒരു രണ്ടാമത്തെ ചാപ്റ്ററിന് അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ പോകുന്നത് അല്ലേ. പക്ഷെ ഇവരുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണമെന്നില്ല. ബോർഡ് എക്സാമിന് ചിലപ്പം ആറാമത്തെ ചാപ്റ്ററിനായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയുക അഞ്ചാമത്തെ ചാപ്റ്ററിനായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സംശയമുണ്ട്. ആ സംശയങ്ങൾക്കുള്ള ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ 2024 മോഡൽ എക്സാമും അതേപോലെ തന്നെ ബോർഡ് എക്സാമും കൂടി കമ്പയർ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ അതിൽ ചോദിച്ചിരിക്കുന്ന മാർക്കും എത്രയാണെന്നൊരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു 2024 മോഡൽ എക്സാം ആണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇപ്പൊ അടുത്ത കാലത്ത് വന്നാൽ കുറച്ച് ടഫ് ആയിട്ടുള്ള മോഡൽ എക്സാം എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിരുന്ന എക്സാം ആണോ ആനുവൽ എക്സാം ചോദിച്ചാൽ അല്ല, ആയിരുന്നില്ല. മോഡൽ എന്താണോ അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ബോർഡ് എക്സാമിനും ഫോളോ ചെയ്തിരിക്കുന്നത്. അത് രണ്ടും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഡൈസ് ഒക്കെ ഇടുമ്പോൾ കുറെ നമ്പർ കാണുന്ന പോലെയൊക്കെ കാണും. നിങ്ങൾ ഈ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്നുള്ള കാര്യം കണ്ടിട്ടുണ്ടാവും. ഞാൻ മിസ്സിനോട് പറയുകയായിരുന്നു, അതായത് ചാപ്റ്റേഴ്സിന്റെ പേര് എഴുതാൻ മടിയുള്ളത് കൊണ്ട് 1 2 3 4 എന്ന് പറഞ്ഞ് 1 തൊട്ട് 8 വരെ നമ്പർ എഴുതി അശ്വിനി മിസ്സിന്റെ കഴിവ് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒരുപോലെ മനസ്സിലാവും. അതുകൊണ്ടാണ് മനസ്സ് നിങ്ങൾ കാണാതെ പോയത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ബയോളജിയിൽ മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മിസ്സേ? 8 ചാപ്റ്റേഴ്സ്. യെസ്, 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 7th ചാപ്റ്ററിന്റെ ഒരു പകുതി വരെ ആയിരുന്നു നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നു. അതായത് അതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഇവരെ ഒരു തവണയെങ്കിലും പഠിക്കാതെ വിട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? യെസ്. അപ്പൊ ബാക്കി പിന്നെ നമുക്ക് ഒരു ചാപ്റ്റർ 1.5 ചാപ്റ്റർ ആണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ കമ്പയർ ചെയ്യാൻ പോവാണ് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാൻ പോവാണ്. മോഡൽ 2024 ആനുവൽ 2024. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മോഡൽ എക്സാം 2024 മോഡൽ എക്സാമിന് 7 മാർക്കിനാണ് ചോദ്യം വന്നത്. ഓക്കെ, 7 മാർക്കിന്. എന്നാൽ അതിൽ കൂടുതലായി ഏറ്റവും കൂടുതൽ മാർക്സ്, ശ്രദ്ധിക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 8 ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്സിന് ക്വസ്റ്റ്യൻ വന്നത് നിങ്ങളുടെ ആദ്യം. അതായത് ഇവർക്ക് ഇങ്ങനെ നോക്കിയാൽ മതി 11 എന്നുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് 10 9 പോലും കാണാൻ പറ്റില്ല അല്ലെ? ഇല്ല വേറെ അല്ലെ. അപ്പൊ 11 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഈ പറയുന്ന പോലെ തന്നെ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 3 to 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് മോഡൽ എക്സാമിന് 3 ചോദ്യങ്ങളാണെങ്കിൽ ആനുവൽ എക്സാമിന് 4 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കിക്കോളാം, ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് തോന്നുന്നു 3 4 മാർക്ക് അല്ലെ? അപ്പൊ ആ ഭാഗത്തിനൊക്കെ അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം യൂഷ്വലി മിസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് ക്രിസ്മസിനൊക്കെ വരുന്നത് ഓണപരീക്ഷയ്ക്കും ഒന്നാമത്തെ ചാപ്റ്റർ ഓണപരീക്ഷ മുതലുണ്ടല്ലോ. ക്രിസ്മസിന് ചോദിച്ചു, ഇനിയിപ്പോ ആനുവൽ അത്ര ചോദിക്കില്ലായിരിക്കും. അവസാനത്തെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാൻ പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോളുക. എല്ലാ ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷേ അതിലെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ, വിൻഡോസ് ഓഫ് നോളജ്, അറിവിന്റെ വാതായനങ്ങൾ. ഈ ചാപ്റ്ററിൽ മോഡൽ എക്സാമിന് 8 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ആനുവൽ എക്സാമിന് സത്യം പറഞ്ഞാൽ അതിന്റെ പകുതി. യെസ്, ഇത് ശരിക്കും ഒരു തിരിഞ്ഞു പറഞ്ഞ പോലെയായിരുന്നു. കുറച്ചും കൂടി ഇതിൽ കുറവായിരുന്നു. വിൻഡോസ് ഓഫ് നോളജിന് വന്ന 2 ചോദ്യങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മോഡലിന് ഏകദേശം 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, അതും ആ 4 ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് വിട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എപ്പോഴും ഇയറും ഐയും ചോദിച്ചിരുന്ന കൊല്ലങ്ങളാണ് നമുക്ക് എക്സാമുകൾക്ക് എപ്പോഴും ഉണ്ടാവുക. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് ടങ്ങിന്റെയും നോസിന്റെയും ഒക്കെ കാര്യങ്ങൾ ഫ്ലോ ചാർട്ടുകളൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു ഭാഗം കൂടിയായിരുന്നു. ജസ്റ്റ് അത് മെൻഷൻ ചെയ്തു. അടുത്തത് 3rd ചാപ്റ്റർ, അതായത് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെ, സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ശരിക്കും ഏകദേശം ഒരുപോലെയല്ലേ? ഇപ്പൊ മോഡലിന് 8 മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആനുവൽ എക്സാമിന് 7 മാർക്കിന്, ഒരു 8 മാർക്കിന്റെ വ്യത്യാസം. ഏകദേശം നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ആ ചാപ്റ്ററിൽ എന്തായാലും ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ 2 മാർക്ക് ഉണ്ട്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. യെസ്, അപ്പൊ അത്രയാണ് നമുക്ക് 3rd ചാപ്റ്ററിന്. 4th ചാപ്റ്റർ
ഫോർത്ത് ചാപ്റ്റർ, അതായത് ഇവർ വിചാരിക്കുന്നത് സിമ്പിൾ ചാപ്റ്റർ ആണല്ലോ മിസ്സേ, സിമ്പിൾ ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്റർ. അത് മാത്രമല്ല ചെറിയ ചാപ്റ്റർ ആണ്. ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഇത്തിരിയും കൂടി ഇതിൽ പഠിക്കാനുള്ള ചെറിയ ചാപ്റ്റർ ആണ്, ഈസി ചാപ്റ്റർ ആണ്. അപ്പം അധിക ചോദ്യങ്ങളൊന്നും അതിന് വരില്ലല്ലോ, അപ്പൊ അധിക ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണ്ട, കുറച്ച് സമയം മതി, അവസാനം ഇരുന്നൊന്ന് മറച്ചു നോക്കിയാൽ മതി എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. കാരണം വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്റർ. ഓക്കെ, 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അത് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, അപ്പൊ ആ രീതിയിൽ ഫോർത്ത് ചാപ്റ്റർ എന്ത് ചെയ്യുക, കൃത്യം എനിക്ക് ഫോർത്ത് ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എഴുതി വെച്ച് നോട്ട് ചെയ്ത് ഒക്കെ പോയിന്റ്. ശരിക്കും ഇതൊരു ലോട്ടറി അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താം. യെസ്, ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് ഇസ് ഓൾസോ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതും ഈ പറയുന്ന പോലെ 7 മാർക്ക് മോഡലും 8 മാർക്ക് തന്നെ ആനുവലും ചോദിച്ചിട്ടുണ്ട്. അതായത് 2-3 ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ ചാപ്റ്റർ. അതേപോലെ മിസ് നോക്കി 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിനാണ് മോഡലിനെ ചോദിച്ചത്. പക്ഷെ 2 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അതായത് ആ ചോദ്യത്തിന്റെ കട്ടി കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. അതായത് 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബ്ലഡ് ഗ്രൂപ്പിംഗും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ ഭാഗത്തും ചോദിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ ഈ പറയുന്ന ഫീവറും ബ്ലഡ് ക്ലോട്ടിങ്ങും എല്ലാത്തിനെയും കുറിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ. ഇതിലൊരു കാര്യമുണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ തുറന്നു പറയാം, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ബ്ലഡ് ക്ലോട്ടിംഗ് ഭയങ്കര ടഫ് ആയതുകൊണ്ട് പൊതുവെ ബ്ലഡ് ക്ലോട്ടിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറില്ല. കാരണം കോവിഡിന്റെ സമയത്തൊക്കെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഈസി ആയിരുന്നല്ലോ. അപ്പൊ അവർ അത്ര അങ്ങോട്ട് സ്ട്രെസ് കൊടുത്ത് ചോദിക്കാത്ത ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടഫ് പോർഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ ഇടാൻ തുടങ്ങി. അപ്പൊ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായി മാറിക്കഴിഞ്ഞു. അതെ, ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം അല്ലേ, നമ്മുടെ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസിന്റെ വിരിയുന്ന ജനിതക രഹസ്യം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 6 മാർക്സ് ആണ് മോഡലിനും ആനുവലിനും ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് വീതം. ഓക്കെ, അപ്പൊ അതും എനിക്ക് തോന്നുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടഫ് ചാപ്റ്ററിന് 6 മാർക്കേ ഉള്ളൂ. നമ്മൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ടുള്ള എന്താ പറയാ ഫോർത്ത് ചാപ്റ്ററിന് 7 മാർക്ക്, അതൊരു ലോട്ടറി ആയിട്ട് നമുക്ക് കൂട്ടാം. ഇത് ചെറിയ വേരിയേഷൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതെ, 6-7 ആവാം. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെ. അപ്പൊ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. പ്രത്യേകിച്ച് DNA സ്ട്രക്ചർ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അതെ, അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പം ഈ ഒരു ചാപ്റ്റർ പൊതുവെ ഇത്ര വെയിറ്റേജ് വരാറുള്ളൂ. അതായത് നമ്മൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും ഒക്കെ ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ആ ചാപ്റ്റേഴ്സിന്റെ അത്ര ഇമ്പോർട്ടൻസിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെ വരാറില്ല, ഈ ചാപ്റ്ററിൽ വരാറില്ല എന്ന് വെച്ച് പഠിക്കേണ്ടെന്നല്ല കേട്ടോ. 6 മാർക്ക് തന്നെയാണ് അത് ഓർത്തുകളാം. ആൻഡ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ വളരെ ചെറിയ ചാപ്റ്റർ, നാളെയുടെ ജനിതകം. അതിൽ നിന്ന് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്, ചെറുതായിട്ട് പോലും 4. അതെ, 4. അതാണ് മനസ്സിലാകുക. ആകെ 3 പേജേ ഉള്ളൂ ചാപ്റ്ററിന്. 3 പേജിൽ നിന്ന് തന്നെ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 2 ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതും ഈ പറയുന്ന പോലെ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. DNA ഫിംഗർ പ്രിന്റിംഗ്, അത് സ്ഥിരം ജീൻ മാപ്പിംഗ് എന്താണൊക്കെ നമ്മൾ വിട്ടുപോകും. 1 മാർക്ക് അത് അവസാനത്തേക്ക് പറയാം. 1 മാർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും പറയാം കേട്ടോ. യെസ്, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ദി പാത്സ് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് അല്ലെ, അതായത് ജീവപരിണാമം, നമ്മുടെ എവല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. അതിന് എനിക്ക് തോന്നുന്നു 6ാമത്തെ ചാപ്റ്ററിന്റെ അത്ര തന്നെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. അതായത് നേരത്തെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ എന്നുള്ളത്. പക്ഷെ കണ്ടപ്പോ മനസ്സിലായല്ലോ ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് കുറവ് ചോദ്യങ്ങൾ അല്ലെ, കുറവ് മാർക്കിന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് അതിലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത് ടോട്ടലി കണ്ടപ്പോ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ക്രിസ്മസ് വരെയുള്ള പോർഷൻ ഓൾറെഡി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കൊണ്ട് അധികവും ഇനി അവസാനത്തെ ഒരു 3 ചാപ്റ്ററാണ് കുറെ ചോദ്യങ്ങൾ വരെ, കുറെ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറെ നേരം അതിലിരിക്കും. നമ്മൾ ഒരുപാട് നേരം അതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യും. നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം മിസ്സേ? അതായത് 1ാമത്തെ ചാപ്റ്റർ മുതൽ തന്നെ വളരെ കൃത്യമായി വളരെ സമയമെടുത്ത് അടിപൊളിയായിട്ട് പഠിക്കണം. അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിടക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാ വെയിറ്റേജും നോക്കിക്കോളൂ. ഏറ്റവും കുറവ് വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 1-2 ചാപ്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പഠിക്കണം. ഓക്കെ, ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി അഥവാ ചില കുട്ടികൾ പാസ്സായാൽ മതി,
പാസ്സായാൽ മതി എന്നുള്ള ആൾക്കാർ എപ്പോഴും ഫസ്റ്റ് സെക്കൻഡ് ടേം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, ലാസ്റ്റ് ടേമിനേക്കാൾ കൂടുതൽ. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ചില കുട്ടികൾ വന്ന് ചോദിക്കും, അല്ല മിസ് ഇതിൽ ഏത് ചാപ്റ്റർ ആണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ ഒരു 5 ചാപ്റ്റർ, ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അത് വളരെ നിർബന്ധമാണ്. കൂടുതൽ മാർക്ക് അവിടെ നിന്ന് തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാർക്കിന്റെ കാര്യം എപ്പോഴും നമ്മൾ വിട്ട് കളയുന്ന ഒരു ഭാഗമാണ് ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 1 മാർക്കിന് മാത്രം 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഈ 5-6 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ A+ പോയി. അപ്പോൾ ആ 1 മാർക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കി നിങ്ങൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഈ ജീൻ മാപ്പിംഗ്, ജീൻ തെറാപ്പി നിങ്ങൾ ജനറൽ ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അതിൽ നിന്ന് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായിരിക്കാം എന്നുകൂടി നമ്മൾ പഠിക്കണം. അതുപോലെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മറ്റേ വാക്സിന്റെ പേര്, അല്ലെ, വാക്സിന്റെ പേര് ചോദിക്കും. 4ാമത്തെ ചാപ്റ്ററിൽ BCG വാക്സിന്റെ പേര് ഒക്കെ 1 മാർക്കിന്റെ ചോദ്യമാണ്. മെലാനിൻ, സ്കിന്നിന് കളർ കൊടുക്കുന്നത്, ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യം. കുട്ടികൾ പൊതുവെ ഒരിക്കലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെ. വളരെയധികം ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു സംഭവമാണ് 1 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പൊ അതും കൂടി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നാണ്. നിങ്ങളെ കയ്യിലുള്ള നോട്ട് പോലും അല്ല, എപ്പോ നോട്ട് ഉള്ള ആൾക്കാർ നോട്ട് പഠിച്ചു കഴിഞ്ഞാലും ടെക്സ്റ്റ് വായിക്കുക. 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ നോട്ട്സ്. നമുക്കൊരു ജനറൽ ആയിട്ട് ഒരു സാധനത്തെ പറ്റി ഐഡിയ കിട്ടണമെങ്കിൽ 1 മാർക്ക് 2 മാർക്ക്, അതും 2 മാർക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈവൻ ഇപ്പൊ 3 മാർക്കുകളും സ്പ്ലിറ്റ് ചെയ്തിട്ടാ ചോദിക്കുക. 1 മാർക്ക് 1 മാർക്ക് 1 മാർക്ക് ABC അല്ലേ. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ളിലുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയും എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞ് 4 മാർക്ക് ആണെങ്കിൽ അവിടെ എവിടെയും തൊടാൻ നമുക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണേ അങ്ങനെയല്ല. 4 മാർക്കിനുണ്ടെങ്കിൽ പോലും 1 1 1 1 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ABCD ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, യെസ്. അപ്പം ഒരു കാര്യം കൂടി ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞതിൽ മറ്റൊരു കാര്യം, നമ്മളെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരും. ബയോളജി അല്ലേ, ബയോളജിയിൽ ഡയഗ്രാം ഇല്ലാതെ എങ്ങനെയാണ്? ചിത്രങ്ങൾ എന്തായാലും ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ ചിത്രങ്ങളോട് പരിചയം വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനോട് പരിചയം വേണം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വിട്ട് കളയാതെ എന്ത് ചെയ്യാ, വായിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഇങ്ങനെ നോക്കിയാൽ തന്നെ ഏതാണ് മിസ്റ്റേക്ക് കൂടുതൽ പഠിക്കുന്നതിനുള്ള ഒരു ഉത്തരം ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും ഒരുപാട് വെയിറ്റേജ് ഉണ്ട്, എല്ലാതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ലൈവിൽ പോലും കുട്ടികൾ ചോദിച്ചിരുന്നത് അതായിരുന്നു, ലാസ്റ്റ് ചാപ്റ്ററിന് എത്ര ചോദിക്കും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഉറപ്പാണല്ലേ. ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ കമന്റ് ചെയ്യുക, അല്ലെ. അതായത് നമ്മുടെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് വീഡിയോ യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സജഷൻസ് കിട്ടിയാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നൽകാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഇതറിയാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെ, ഫിസിക്സും കെമിസ്ട്രി മാത്രമല്ല, മാത്സ് മാത്രമല്ല, ബയോളജി വേണ്ടേ? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി അങ്ങോട്ട് എക്സാം ആയി, മോഡലായി, നിങ്ങളുടെ ഫൈനലായി. അപ്പോൾ ഇഷ്ടം പോലെ കോണ്ടന്റ് വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ മാർക്കൊക്കെ കിട്ടണമെങ്കിലേ നമ്മുടെ ലൈവിലേക്ക് വരിക, അല്ലേ. മാരത്തോണുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, മോഡലിനും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന മാരത്തോണും അതേപോലെ തന്നെ രാവിലെ അടക്കം നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് വരെയുള്ള ലൈവുകൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ലൈവിലേക്കും എത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം, അല്ലേ. വീഡിയോയിൽ കാണാം. ബൈ.